ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. PC ജോർജ് സാറ് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുക. അതിനെ സംബന്ധിച്ച് പാർട്ടി ഒരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് പാർട്ടിയുടെ നിലപാട് സുവ്യക്തമാണ്. അത് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു. ഷോൺ ജോർജ് അങ്ങനെ ആരെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഷോൺ ജോർജ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയിൽ വിമർശിക്കുകയായിരുന്നു ഉണ്ടായത്. ആ വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് മതത്തിന് നേരെയുള്ള വിമർശനമല്ല, അത് സഭയ്ക്ക് നേരെയുള്ള വിമർശനമല്ല, അതൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെയുള്ള വിമർശനമായിരുന്നു. ആ മാധ്യമ സ്ഥാപനം രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി അതിൽ ലേഖനങ്ങൾ എഴുതിയതും എഡിറ്റോറിയൽ എന്ന പേരിൽ എഴുതിയതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഷോൺ വിനിയോഗിച്ചത്. അത് അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിന്റെ സാഹചര്യത്തിൽ അവരുടെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ, കത്തോലിക്ക സമൂഹത്തെ വീണ്ടും കോൺഗ്രസിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തെയാണ് ഷോൺ വിമർശിച്ചത്. അല്ലല്ലോ, ഞങ്ങൾക്ക് 10,000-കണക്കിന് സഭാ അംഗങ്ങൾ, സഭയുടെ മേലധികാരികൾ ഉൾപ്പെടെ, ബഹുമാന്യരായിട്ടുള്ള മെത്രാൻമാർ ഉൾപ്പെടെയുള്ളവർ BJPയെ അതാത് സ്ഥലങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MPയെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MLAയെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു മേയറെ ജയിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വന്നതും, ഞങ്ങൾക്ക് കേരളത്തിൽ BJPക്ക് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായതിൽ ഒരു വലിയ ഘടകം ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാ വിശ്വാസികളുടെ വോട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായമൊന്നും BJPക്കില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും കൂടുതലുള്ള പാർട്ടി BJPയാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് BJPയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അട്ടിപ്പേറവകാശമായിട്ട് കോൺഗ്രസോ ഇവിടുത്തെ കേരള കോൺഗ്രസുകളോ വരണ്ട. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാനും, ഞങ്ങളുടെ ഉത്കണ്ഠ അവരോട് സംസാരിക്കാനും, അവരുടെ ഉത്കണ്ഠ ഞങ്ങളോട് സംസാരിക്കാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വരെ എല്ലാ ക്രിസ്ത്യൻ സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ക്രിസ്ത്യാനി മുതൽ മെത്രാപ്പൊലീത്ത വരെയുള്ള ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കും ഒക്കെ BJPയുടെ നേതാക്കന്മാരുമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് പോലും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുമില്ല. ഞങ്ങളിലേക്ക് ക്രിസ്ത്യൻ സഹോദരന്മാർ 10,000-കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിലേക്കാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന പാർട്ടി ഇന്ന് BJPയാണ്. അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് മുൻതൂക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും താമര ചിഹ്നത്തിൽ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം വരെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ക്രിസ്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും. അതിന്റെ ഒരു ഉദാഹരണമാണ്. ഈ കേരളത്തിൽ ഈ CPMനെ പോലെയുള്ള മൂഢ രാഷ്ട്രീയം നടത്തുന്ന പാർട്ടികളുണ്ടല്ലോ, എന്ത് കിട്ടിയാലും അങ്ങ് വിഴുങ്ങി ഇവിടെ മതേതരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം, അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇത്. ഇതെന്തിനു വേണ്ടിയാണ് ഈ ഒരു രീതി ഇവിടെ അവലംബിച്ചത്? ഇത് ആരെ സംരക്ഷിക്കാനാണ്? ആരെ പോഷിപ്പിക്കാനാണ്? ഒരു 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ആ കുട്ടിയുടെ കല്യാണം നടത്തിപ്പിക്കലാണോ ഈ പാർട്ടിയുടെ MV ഗോവിന്ദന്റെ പണി?
ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ പണി 16 വയസ്സുകാരുടെ കല്യാണം നടത്തി കൊടുക്കലാണ്? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP A റഹീമിന്റെ പണി ഇതാണോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൂഢാലോചനയിൽ MP ഗോവിന്ദനും അതോടൊപ്പം തന്നെ V ശിവൻകുട്ടിയും A റഹീമും പങ്കാളിയാണ്. ആ പങ്കാളിയായിരിക്കുന്ന ഇവരെ ആ ഗൂഢാലോചനയിൽ കേസിൽ പ്രതിയായി SC/ST അട്രോസിറ്റി നിയമപ്രകാരവും ക്രിമിനൽ കോൺസ്പിറസി നിയമപ്രകാരവും MP ഗോവിന്ദനും V ശിവൻകുട്ടിയും A റഹീമും പ്രതിയായിട്ട് ജയിലിൽ കിടക്കാൻ യോഗ്യരായിരിക്കെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം. ഇന്ത്യൻ ശിക്ഷാ നിയമം MP ഗോവിന്ദനും S സുരേഷിനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുക. നിയമത്തിന്റെ വഴിക്ക് പോകും. ആ നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഇവരെല്ലാവരും ജയിലിൽ കിടക്കാൻ തക്ക കുറ്റം ചെയ്തിട്ടുണ്ട് ഈ കോൺസ്പിറസിയുടെ പേരിൽ എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുന്ന കൊച്ചുകുട്ടികളെ കേരളത്തിൽ വന്നാലും മധ്യപ്രദേശിൽ വന്നാലും അങ്ങനെ വരുന്ന കൊച്ചുകുട്ടികളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? നിയമം അറിയില്ലേ? MP ഗോവിന്ദനോട് അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, എന്റെ അഭിപ്രായത്തിൽ മലയാളം TV MP ഗോവിന്ദന് 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കലാണ് ഒരു സാമാന്യ ബോധമുള്ള പൗരൻ ചെയ്യേണ്ടതെന്ന് MP ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുക. അന്വേഷണം ആരംഭിച്ചല്ലോ. അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ളവർ ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ വരണം. ആ രീതിയിലുള്ള അന്വേഷണം പോകണമെന്നാണ് BJPയുടെ ആവശ്യം. നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു തർക്കം ആവശ്യമില്ലല്ലോ. 16 വയസ്സുകാരിയാണ് എന്ന് തെളിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അച്ഛനാണ് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ അച്ഛൻ പ്രതി, MP ഗോവിന്ദനാണ് ഒപ്പിട്ട് സാക്ഷിയായിട്ടെങ്കിൽ MP ഗോവിന്ദൻ പ്രതി, അമ്മയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ അമ്മ പ്രതി. ഇതാണ് ഈ രാജ്യത്തിലെ നിയമം. അതാണ് പോക്സോ കേസ്. 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ MP ഗോവിന്ദന് ആരാ അധികാരം കൊടുത്തത്? V ശിവൻകുട്ടിക്ക് ഒരു 16-കാരി കുട്ടിയെ പിടിച്ച് കണ്ടവന് കെട്ടിക്കൊടുക്കാൻ ആരാ അധികാരം കൊടുത്തത്? ഇതിന് ഉത്തരം പറയട്ടെ CPM. തോൽക്കുമെന്ന് ഉത്തമ ബോധ്യം വന്നവരുടെ വിഭ്രാന്തിയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളാണിത്. ഇതിനൊക്കെ ഞങ്ങൾ 4-ാം തീയതി കേരളം ഉത്തരം നൽകും. ആ ഉത്തരം അതുവരെ അവരോട് കാത്തിരിക്കാൻ പറയുക. പാലക്കാട് കണ്ടതിനൊക്കെ അവിടെ ഉത്തരം കഴിഞ്ഞല്ലോ. ഇപ്പം ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞുപോയ അധ്യായമാണ്. ഓക്കെ, വേറെ എന്താ ഉള്ളത്? ഏത് പോളിംഗ് ബൂത്തിൽ നിന്ന് ഏത് കേസ് പ്രകാരം ഏത് പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനൊരു ഉത്തരം പറയാം.